കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ. രേണുസുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ്. ഓരോ ദിവസവും രേണുസുതിയുടെ വീഡിയോകൾ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണുള്ളത്. കഴിഞ്ഞ ദിവസം രേണുസുതിയുടെ റാം വാക്ക് വീഡിയോയും ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. വളരെ ട്രെൻഡിങ് ആയിട്ടാണ് രേണുസുതി നിലവിൽ നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു ഭാഗത്ത് ഫെയിം കൂടി രേണുസുതി മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രശ്നമായിട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. രേണുസുതിക്കെതിരെ വിമർശനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് വരികയാണ്. അതും രേണുസുതിയെ നേരിട്ട് പരിചയമുള്ളവർ തന്നെയാണ് രേണുവിനെതിരെ രംഗത്തെത്തുന്നത് എന്നുള്ളതും കൂടിയാണ് ഇതിലെടുത്ത് സൂചിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രേണുസുതിക്കെതിരെ രതീഷ് എന്ന ആർട്ടിസ്റ്റാണ് സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. രേണുവിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പല വാദങ്ങളും രതീഷ് ഉന്നയിക്കുന്നുണ്ട്. രേണു തന്നോട് പണം വാങ്ങിയിരുന്നെന്നും ഇത് തിരിച്ചു തരണമെന്നുമാണ് രതീഷ് പറയുന്നത്. കൊച്ചിന് വയ്യെന്നും വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞാണ് വാങ്ങിയത്, പിന്നെ തിരിച്ചു തന്നില്ല. കോള് ബ്ലോക്ക് ചെയ്തെന്നും രതീഷ് ആരോപിക്കുന്നു. സുധിച്ചേട്ടനെ പോലെയുള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ മോൻ എന്നെ കാണണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. രേണു ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും ആരോടും പറഞ്ഞിട്ടില്ല. ഒത്തിരി വർഷമായി രേണുവിന് എന്നെ അറിയാം. ഞാൻ രേണുവിൻ്റെയും സുധിച്ചേട്ടനെയും ഫോട്ടോ എഡിറ്റ് ചെയ്ത് കല്യാണ ഫോട്ടോ ആക്കിയിരുന്നു. അത് കാണേണ്ട, ഇഷ്ടമല്ലെന്ന് രേണു പറഞ്ഞിരുന്നു. സുധിച്ചേട്ടനുള്ള സമയത്തെ രേണു ഷോപ്പിങ്ങും ഐസ്ക്രീമും എല്ലാമായി പണം ചെലവിടുമായിരുന്നു. രേണുവിന് ലാവിഷായി ജീവിക്കണം, ഉള്ളതും ഇല്ലാത്തതും അറിയേണ്ട എന്ന് സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. പിന്നാലെ രേണുസുതിയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് കമൻറ്റുമായി രംഗത്തെത്തിയത്. രേണുവിനെതിരെ ആസൂത്രിതമായി നടക്കുന്ന നീക്കമാണോ ഇതെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം രേണുവിനെതിരെ ഇതാദ്യമായിട്ടല്ല വിമർശനങ്ങൾ ഉയരുന്നത്. പലപ്പോഴായി പല ഘട്ടങ്ങളിലായി പലരും രേണുസുതിക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. താജ് എന്ന ആർട്ടിസ്റ്റും രേണുവിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ പോലും വിമർശനങ്ങളെ ഒന്നും വകവയ്ക്കാതെയാണ് രേണു തൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നത്. ഓരോ തവണയും ഓരോ ഷൂട്ടും ഒക്കെയായി ബന്ധപ്പെട്ട് രേണു തിരക്കിലുമാണ്. ഇതിനിടയിൽ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഇൻ്റർവ്യൂവിനും ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുമായിട്ട് രേണുസുതി തിരക്കിലുമാണ്. അതിനിടയിൽ ബിഗ് ബോസിലേക്കും രേണുസുതി പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം നിലവിൽ നിൽക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വലിയൊരു സാധ്യത രേണുസുതിക്ക് ഉണ്ടായിരുന്നുവെന്നും ഇത്തവണത്തെ ബിഗ് ബോസ് ഓഡീഷനിൽ രേണുസുതിയെ പ്പിച്ചിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുള്ള സത്യസന്ധമായ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് മാത്രം പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ആ വാർത്തകൾ പുറത്തുവിടുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ രേണുവിനെതിരെ ഈ വിമർശനം വരുന്നതോടുകൂടി രേണു വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രേണു തനിക്ക് വന്ന വിമർശനങ്ങൾ ഓരോന്നോരോന്നായി ഓരോ അഭിമുഖങ്ങളിൽ വന്ന് പറയാറുണ്ട്. ഈ വിമർശനത്തിനും എന്തെങ്കിലും മറുപടി രേണുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഒരു മറുപടി കിട്ടുന്നില്ല. ഏതായാലും രേണുവിനെതിരെ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് വളരെ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ രേണു ആ വിമർശനങ്ങളൊന്നും നോക്കുന്നില്ല. രേണുവിൻ്റെ ജീവിതവുമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബം നോക്കണം, അതിനുവേണ്ടി പൈസ വേണം. അങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ അവിടെ വിമർശിച്ചുകൊണ്ടിരിക്കും. തനിക്ക് പൈസ വേണം, തനിക്ക് ജീവിക്കണം, തൻ്റെ കുടുംബം നോക്കണം, തൻ്റെ മക്കളെ നോക്കണം എന്നുള്ളത് ഒറ്റ വാശി കൊണ്ടാണ് രേണുസുതി എന്തായാലും നിൽക്കുന്നത്. പക്ഷേ എന്തായാലും നിലവിലത്തെ ഘട്ടത്തിൽ സാഹചര്യത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക, രേണു ഈ വിമർശനങ്ങൾക്ക് മറുപടി എത്തുമോ എന്നുള്ളതൊക്കെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്.